ഹലോ ഫ്രണ്ട്സ്, ഓൾമൺ എന്ന ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വീടുകളിലൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഷിമ്മിക്കൂട് വെച്ച് എങ്ങനെ ഒരു റെയിൻകോട്ട് ഉണ്ടാക്കാമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെയിൻകോട്ടിന് ആവശ്യമായിട്ടുള്ളത് ഈ ഒരു വലിപ്പമുള്ള 2 ഷിമ്മിക്കൂടാണ്. കടകളിൽ ഒരെണ്ണം നമുക്ക് 6 രൂപയ്ക്ക് ലഭിക്കുന്നതാണ്. കൂടിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് 2 കട്ട് ചെയ്ത് കളയാം. നേരത്തെ കട്ട് ചെയ്ത സൈഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അതുപോലെ തന്നെ കട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ 2 സൈഡും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് അകത്തേക്ക് കയറിയിരിക്കുന്ന ഈ ഒരു ഭാഗം നമുക്ക് ജസ്റ്റ് സൈഡിലേക്ക് എടുക്കാം. അതുപോലെ തന്നെ ഈ സൈഡ്. ഇനി നമ്മുടെ ഓരോരുത്തരുടെയും സൈസിനനുസരിച്ചുള്ള ഷർട്ട് എടുക്കുക. അതിനുശേഷം ഈ ഒരു ഷർട്ടിൻ്റെ സൈസിനേക്കാളും കുറച്ചുകൂടെ വീതി കൂടിയ രീതിയിൽ മാർക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് കഴുത്തിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ആദ്യത്തെ ഷിമ്മിക്കൂടിൻ്റെ അവിടെ നമ്മൾ ഈ മാർക്ക് ചെയ്ത രീതിയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ പീസ് റിമൂവ് ചെയ്തിട്ടുണ്ട്. നേരത്തെ കട്ട് ചെയ്തെടുത്തിരുന്നത് ഫസ്റ്റ് ഷിമ്മിക്കൂടായിരുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ഷിമ്മിക്കൂട് അതിനേക്കാളും ചെറിയ അളവിൽ ഈ ഒരു അളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യത്തെ ഷിമ്മിക്കൂടിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ റെയിൻകോട്ടിൻ്റെ കൈ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ എടുത്ത ഷിമ്മിക്കൂട് പോലെ തന്നെ മറ്റൊരു ഷിമ്മിക്കൂട് എടുക്കാം. ഇതിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം. റെയിൻകോട്ടിൻ്റെ കൈ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾ ചെയ്ത രീതി പോലെ തന്നെ ഈ 2 സൈഡ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ 2 സൈഡ് നിർത്തിയേക്കാം. അതുപോലെ തന്നെ ഈ സൈഡ്. അപ്പോൾ ആദ്യം നമ്മുടെ ഈ ഒരു ഷീറ്റ് മടക്കുക. മടക്കിയ ശേഷം നമ്മുടെ ഷർട്ടിൻ്റെ ഈ ഒരു കൈ ഇവിടെ വെക്കണം. അതിനുശേഷം അതിൻ്റെ കറക്റ്റ് അളവ് മാർക്ക്. ഈ ഒരു ഷർട്ടിൻ്റെ അളവിനേക്കാളും കുറച്ചുകൂടി കൂടിയ ഒരു വീതിയിൽ മാർക്ക് ചെയ്യുക. ഈ ഏകദേശം ഈ ഒരു അളവ് മാർക്ക് ചെയ്യുക. നമുക്ക് ഈ ഒരു സൈഡ് ഫുള്ളായിട്ട് എടുക്കാം. കാരണം നമുക്ക് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാം. അതുകൊണ്ട് നമുക്ക് ഇത് ഫുള്ളായിട്ട് എടുക്കാം. ഇനി നമുക്കിന്ന് കട്ട് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്ത രീതിയിൽ ഫുള്ളൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിത് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് 2 പീസായിട്ട് കിട്ടും. ഇനി ഇത് നമുക്കിത് നമ്മൾ മുമ്പേരം ചെയ്ത ആ ഒരു ഷിമ്മിക്കൂട് ഇതിലേക്ക് ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ച മെയിൻ ഷിമ്മിക്കൂടിലേക്ക് ഒരു മങ്കി ക്യാപ്പും കൂടെ ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഈ രീതിയിലുള്ള ഈ ഒരു ഷേപ്പിലുള്ള ഷിമ്മിക്കൂട് കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നമ്മൾ മടക്കിയതാണ്. ഈ ഒരു ഷേപ്പാണ് ശരിക്കും വരുന്നത്. നമ്മളിത് മടക്കിയെടുക്കുമ്പം ഇങ്ങനെ നമുക്ക് കിട്ടും. ഇനി നമുക്കിതെല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. നമ്മൾ ബോഡി പാർട്ട് കവർ ചെയ്യാൻ ആദ്യം ഉണ്ടാക്കിയ ഈ ഒരു ഷിമ്മിക്കൂട് നമുക്ക് ജോയിൻ ചെയ്യാം. ഇപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു അയൺ ബോക്സ് ആണ്. അപ്പോൾ അയൺ ബോക്സ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് നേരെ ഒരിക്കലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ അതിന് ചെയ്യേണ്ടത് നമുക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം ഇതുപോലെ ഒരു ഫുൾ ന്യൂസ് പേപ്പർ എടുക്കുക. അത് കഴിഞ്ഞ് ഈ 2 ഷിമ്മിക്കൂടിൻ്റെ അടിയിലേക്ക് ഇടുക. ഇതിലൊരു A4 ഷീറ്റ്, സാധാ A4 പേപ്പർ മതി. അതിനുള്ളിലേക്ക് വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കേണ്ട ഭാഗം ഈ ഇത്രയും ഭാഗം നമുക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പം ഈ ഒരു കറക്റ്റ് സൈസിലേക്ക് നോക്കുക. ഇത് അതുപോലെ തന്നെ വേറെ A4 പേപ്പർ ഇതിൻ്റെ തൊട്ട് മേളിലേക്ക് വെക്കുക. ഈ ഒരു ഭാഗത്താണ് നമ്മൾ അയൺ ബോക്സ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ചെയ്ത് നോക്കാം. കറക്റ്റ് ഇതിൻ്റെ ഈ പേപ്പറിൽ വരവുള്ളൂ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഈ പോയതുകൊണ്ട് കറക്റ്റ് നോക്കി ചെയ്യുക. നോക്കാം. അതേപോലെ തന്നെ നമുക്ക് ബാക്കി സൈഡും ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ ഈ 2 സൈഡ് നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടും തിരിക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ കൈ ഒട്ടിച്ചെടുക്കാം. ആദ്യത്തെ കൈ ഒട്ടിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് വിടർത്തി എടുക്കുക, കറക്റ്റ് ഷേപ്പിൽ കിട്ടാൻ വേണ്ടി. കൈ എടുത്തതിൻ്റെ സെൻറ്റർ കറക്റ്റ് വരുന്ന രീതിയിൽ
നമുക്കത് ചെയ്തെടുക്കാം. പിന്നെ A4 ഷേപ്പിൽ കൊടുക്കുക. അതിനുശേഷം അയൺ ബോക്സ് തന്നെ മുകളിൽ കൂടെ കറക്റ്റ് നമ്മൾ ശ്രദ്ധിക്കുക, നേരത്തെ ഇതുപോലെ തന്നെ കറക്റ്റ് അവിടെ വരണം. ജസ്റ്റ് ചെരിച്ച് പിടിച്ച് ചെയ്താൽ നല്ലതായിരിക്കും, കാരണം അല്ലെങ്കിൽ അല്പം ഒട്ടാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റേ സൈഡിൽ ചെയ്തെടുക്കാം. ഇതുകൊണ്ട് നമ്മളിപ്പോൾ ഒട്ടിച്ചെടുക്കുമ്പോൾ ഈ ഇതുണ്ടോ കറക്റ്റ് സെറ്റായിട്ട് കിട്ടും. പക്ഷെ എങ്ങാനും മാറിപ്പോയി കഴിഞ്ഞാൽ ഉരുകി പോകുമ്പം മൊത്തം സൂക്ഷിച്ച് ചെയ്യുക. ഈ ഒരു കൈ നമ്മൾ തേച്ചെടുത്ത പോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് കൈ, അതായത് ഈ ഒരു കൈ നമ്മൾ മൊത്തം ചെയ്തെടുത്തു. നമ്മുടെ കൈ ചെയ്തെടുത്ത് ഇനി നമുക്ക് ഈ കൈ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അതായത് ഈ ഒരു സൈഡ് ഇങ്ങനെ ഇവിടെ നമുക്ക് ഇങ്ങനെ യോജിച്ചെടുക്കണം. അതേപോലെ തന്നെ ഈ ഒരു കൈയുടെ അതേപോലെ തന്നെ ജോയിൻ ചെയ്തെടുക്കണം. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ രണ്ട് സൈഡ് ഒന്ന് ചെയ്തെടുക്കണം. നമ്മൾ ലാസ്റ്റ് ചെയ്തെടുത്തിരുന്ന മങ്കി ക്യാപ്പാണിത്. ഇത് നമ്മൾ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് നമ്മൾ മടക്കി കഴിഞ്ഞിട്ട് ഇതിന്റെ ഈ ഒരു സൈഡ് മാത്രം, അതായത് ഇങ്ങനെ തുറന്നു വെക്കുമ്പോൾ ഇങ്ങനെ രീതി വരുന്ന രീതിയിൽ ഈ ഒരു സൈഡ് മാത്രം നമ്മൾ തേപ്പോട്ട് തേച്ചെടുത്തു. ഇനി നമുക്കിതിൽ ഈ ഒരു മങ്കി ക്യാപ്പ് അതിലേക്ക് ഫിറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ റെയിൻകോട്ടിന്റെ കഴുത്തിന്റെ പുറകുഭാഗം വരുന്ന രീതിയിലൊന്ന് തിരിച്ചു വെക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഉണ്ടാക്കി മങ്കി ക്യാപ്പിന്റെ സെന്ററായിട്ട് ഫിറ്റ് ചെയ്യുക. ഇങ്ങനെ വരുന്ന രീതിയിൽ സെന്ററായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഈ ഒരു മങ്കി ക്യാപ്പും കൂടെ നമ്മൾ ജോയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ റെയിൻകോട്ട് ഏകദേശം റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ റെയിൻകോട്ട് ഉണ്ടാക്കുന്ന ഈ വീഡിയോ ഉപകാരപ്രദവും അതുപോലെ തന്നെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ എന്തായാലും ഇതിലെ വ്യത്യസ്തമായ വീഡിയോസ് ആയിട്ട് കാണുന്നവരെ ബൈ.